കോഡ് ടു കരിയർ ചാലഞ്ച് എപ്പിസോഡ് 5 എല്ലാവർക്കും വെൽക്കം. ഈ ഒരു എപ്പിസോഡോടെ നമ്മൾ ഈ സീരീസിലെ ബേസിക് കോൺസെപ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷനെ കുറിച്ചാണ്. ഈ ഒരു എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ ഒരു ഫസ്റ്റ് പൈത്തൺ പ്രൊജക്ട്. പിന്നെ എപ്പോഴും പറയും പോലെ ഈ ഒരു സീരീസിന്റെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പാർട്ട് 1 മുതൽ ബാക്കി എല്ലാ വീഡിയോസും അടങ്ങിയ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് മുതലേ വാച്ച് ചെയ്ത് വരാം. നിങ്ങൾക്ക് IT ഫീൽഡിൽ ഒരു കരിയർ സെറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ലോഗിൻ ചെയ്യണം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അത് മാത്രമല്ല അപ്പൻഡ് യൂസ് ചെയ്ത് യൂസേഴ്സിന്റെ ലോഗിനും നിങ്ങളുടെ അടുത്തൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണതിനെ പറ്റി. അപ്പൊ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ യൂസർ നെയിം ലിസ്റ്റിൽ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. നമ്മളിങ്ങനെ കുറേ ലോജിക്ക് ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കണ്ടൊരു പ്രോബ്ലമാണ്, ഈ കോഡിൽ എല്ലാ ലോജിക്കും ഒരുമിച്ച് കിടക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു യൂസറിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യണം, മേ ബി ആദ്യം ഡിലീറ്റ് ചെയ്യണം, പിന്നെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ലോഗിൻ ചെയ്യണം. ഈ ഒരു ഫ്ലോയിലൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഈ കോഡ് എഴുതും? 2-3 പ്രാവശ്യമൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കോഡ് നല്ല വലിയ ഫയലാവത്തില്ലേ? അപ്പോൾ അതിനു വേണ്ടിയാണ് ഫംഗ്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത്. ബേസിക്കലി ഒരു ബ്ലോക്ക് ഓഫ് കോഡിന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആദ്യം കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ്. ഇതിലാദ്യം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഒരു സിൻടാക്സ് എഴുതാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു കോഡ് ഞാൻ റൺ ചെയ്തു. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് വെൽക്കം എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ. ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഡെഫ് എന്നുള്ളൊരു കീവേഡ് കൊടുക്കുക, DEF. അതിനുശേഷം ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഫംഗ്ഷന് പേര് കൊടുത്തത് ഗ്രീറ്റ് എന്നാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് തുറക്കുക, ക്ലോസ് ചെയ്യുക, കോളൻ ഇടുക, നെക്സ്റ്റ് ലൈനിലൊന്ന് സ്പേസ് ഇട്ടിട്ട് ഇൻഡന്റേഷൻ ഇട്ടിട്ട് പ്രിന്റ് വെൽക്കം എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് തന്നെ ആവണമെന്നില്ല, അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പ്രിന്റ് കൊടുത്തേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു വെൽക്കം എന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയെന്ന്. പക്ഷേ ഇതിൻ്റെ മാജിക് എന്താണെന്ന് കാണിച്ചു തരാം. ഈ ഗ്രീറ്റ് എന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ എഴുതി കോളൻ ഓപ്പൺ ചെയ്താൽ അത്രയും പ്രാവശ്യം ഇത് പ്രിന്റ് ചെയ്യും. അതിനർത്ഥം ഇവിടെ നമ്മൾ എന്ത് കോഡ് എഴുതുന്നോ, ഈ ഗ്രീറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് കോഡ് എഴുതുന്നോ അത് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഇനി നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് കോള് ചെയ്യണതെന്ന് പറയണത്. ഇപ്പോൾ ഗ്രീറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതിയെന്ന് വെച്ച് മാത്രം ആ കോഡ് വർക്ക് ചെയ്യത്തില്ല. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആ ഒരു കോൾ ചെയ്യണ ഭാഗം ഞാൻ കട്ട് ചെയ്തു, ഒന്നും വർക്ക് ചെയ്യണില്ല. കണ്ടില്ലേ, ടെർമിനൽ കണ്ടില്ലേ? ഇനി ഇതുണ്ടെങ്കിൽ മാത്രമേ ഗ്രീറ്റിൽ നിന്ന് ഇങ്ങനെ ഫംഗ്ഷൻ്റെ പേര് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമേ അത് റൺ ചെയ്യത്തുള്ളൂ. ഇനി ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്ത് നമുക്ക് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ഡേറ്റയും പാസ്സാക്കുന്നില്ല. പക്ഷേ ഇനി ഗ്രീറ്റിൻ്റെ ഇവിടെ നിന്ന് എനിക്ക് ഡേറ്റ പാസ്സാക്കണം. ഇപ്പം ജോബിനെയാണ് ഗ്രീറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ജോബിനെന്ന് ഇവിടെ ഡേറ്റ എഴുതി. ഓക്കെ, ഇനി ജസ്റ്റ് ഇവിടെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഡേറ്റ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് നെയിം എന്ന് കൊടുത്തു. അത് വേരിയബിളാണ് കേട്ടോ, ഇവിടെ വരണത് വേരിയബിളാണ്. കാരണം ഇവിടെ നിന്ന് എന്ത് ഡേറ്റ നമ്മൾ യൂസ് ചെയ്താലും അത് ഇതിൻ്റെ അകത്ത് വരും. ഇനി അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് കോമയിട്ട് നെയിം കൊടുക്കുന്നു. റണ്ണ് കൊടുത്താൽ കണ്ട വെൽക്കം ജോബിനെന്ന് വന്നു. ഇനി എനിക്കൊരു 10 പേർക്ക് വെൽക്കം ഇതുപോലെ മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഒരു ഫംഗ്ഷനിൽ ഒരു ചേഞ്ചും വരുത്തണ്ട. ഇപ്പം ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഫംഗ്ഷനിൽ 150 ലൈൻ കോഡുണ്ട്. പക്ഷേ നമ്മളത് വീണ്ടും എഴുതണ്ട. നമ്മൾ ഇവിടെ മാത്രം ആ ഒരു വാല്യൂ മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ സിമ്പിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. ജസ്റ്റ് വെൽക്കം ജോബിന് അതുപോലെ തന്നെ എന്തൊക്കെ പേര് ഇവിടെ കൊടുക്കുന്നു അതെല്ലാം ഇവിടെ വെൽക്കം ആയിട്ട് വരുന്നുണ്ട്. ഈ ഫംഗ്ഷനിൽ ഡേറ്റ അകത്തോട്ട് മാത്രമല്ല എടുക്കാൻ പറ്റുന്നത്, ഈ ഫംഗ്ഷൻ ഡേറ്റ പുറത്തോട്ടും കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ് ഇടാൻ പറ്റും. ഇപ്പം ഞാൻ പ്രിന്റിന് പകരം ഇവിടെ റിട്ടേൺ എന്നാക്കാം. ഇപ്പോൾ ഇതിനൊരു വേരിയബിളിലോട്ടാക്കാം. മെസ്സേജ് എന്ന് പറഞ്ഞാക്കുന്നു. മെസ്സേജ് ഒരു ഡേറ്റ ആയിക്കോട്ടെ. അതിനുശേഷം ഇവിടെ ഞാൻ റിട്ടേൺ എന്ന് ഒരു കീവേഡ് എഴുതുന്നു. ഇവിടെ മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി എനിക്ക്
ഇവിടെ വാല്യൂ എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഈക്വൽ ടു ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ കിട്ടും. ആ വാല്യൂ എനിക്ക് പ്രിൻ്റ് ചെയ്യാനും പറ്റും. ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. ഇവിടെ കോമ ഇട്ടിട്ടുണ്ട്. ഞാൻ കോമ മാറ്റി ഒന്ന് പ്ലസ് ആക്കി. അപ്പോൾ ഇവിടെ വെൽക്കം എന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഒന്ന് പ്ലസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും യോജിക്കും കേട്ടോ. നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ വെൽക്കം ജോബിനെന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ്റെ അകത്ത് മെസ്സേജ് എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് വെൽക്കമും പിന്നെ ഡേറ്റ ആയിട്ട് എന്ത് വരുന്നു വാല്യൂ അത് തമ്മിലൊന്ന് ആഡ് ചെയ്തിട്ട് ഈ മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഇത് റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്, ജോബിന് എന്നുള്ള ഡേറ്റ അകത്ത് പോകുന്നുണ്ട്, വെൽക്കം ജോബിന് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ സ്റ്റോർ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ നിന്ന് വാല്യൂയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് എവിടെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ലോഗിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, ഈസ് പാസ്വേഡ് കറക്റ്റ്. പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫംഗ്ഷനാണ്. ജസ്റ്റ് നോർമലി ഫംഗ്ഷൻ എഴുതും പോലെ നമ്മൾ എഴുതുന്നു. അതിൻ്റെ അകത്ത് മേ ബി കറക്റ്റ് പാസ്വേഡ് എന്താണെന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ജോബിനെന്നായിക്കോട്ടെ, കറക്റ്റ് പാസ്വേഡ് അതാണ്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും എഴുതും പോലെ ഒന്ന് കമ്പയർ ചെയ്യാം. കറക്റ്റ് പാസ്വേഡ് ഈക്വൽ ടു യൂസറിന് ഇപ്പം വേണമെങ്കിൽ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനും ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഫംഗ്ഷനിലോട്ട് വാല്യൂ പാസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ ഒന്ന് പാസ്വേഡ് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഈ കിട്ടുന്ന പാസ്വേഡിനെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം പാസ്വേഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു കറക്റ്റ് പാസ്വേഡ്. അല്ല കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എൽസിൽ വരും. അവിടെ നമുക്ക് പ്രിൻ്റ് ഇൻകറക്റ്റ് പാസ്വേഡ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ യൂസറിൻ്റെ നിന്ന് ഒരു പാസ്വേഡ് ചോദിക്കാം. യൂസറിന് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റും. യൂസർ എൻ്റേർഡ് പാസ്വേഡിലോട്ട് വരും ആ ഡേറ്റ. അതിനുശേഷം ഈ പാസ്വേഡ് കറക്റ്റ് എന്നുള്ള ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു, ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് യൂസർ എൻ്റർ ചെയ്ത ഈ ഒരു പാസ്വേഡ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം കണ്ടില്ലേ, എൻ്റർ യുവർ പാസ്വേഡ്, എൻ്റെ കറക്റ്റ് പാസ്വേഡ് ജോബിനെന്നാണ്, കറക്റ്റ് പാസ്വേഡ് ആണെന്ന് കാണിക്കുന്നു. പാസ്വേഡ് ഇനി തെറ്റിച്ച് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ഇത് റൺ ചെയ്യണത് ഫംഗ്ഷൻ യൂസ് ചെയ്താണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതേപോലെ തന്നെ നമുക്ക് യൂസർ നെയിം ആൾറെഡി ഉണ്ടോ എന്നുള്ളൊരു ലോജിക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു കോഡ് എന്തായാലും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യൂസർ നെയിം ആൾറെഡി ഉണ്ടോ, ഈസ് യൂസർ നെയിം അവൈലബിൾ. ഓക്കെ, യൂസർ നെയിം ഇതുവഴി പാസ് ചെയ്യണം. അത് മാത്രമല്ല എനിക്കൊരു യൂസർ നെയിമിൻ്റെ ലിസ്റ്റ് വേണം. അപ്പോൾ അതിനുവേണ്ടി യൂസർ നെയിംസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അത് ഞാൻ കുറച്ച് പേര് കൊടുക്കുന്നു. ഇനി യൂസർ നെയിം ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളത് ലിസ്റ്റ് പഠിച്ചതാണ്. ഇഫ് എഴുതിയിട്ട് ഈ ഒരു യൂസർ നെയിം ലിസ്റ്റിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ യൂസർ നെയിമാണ്. യൂസർ നെയിം ലിസ്റ്റിൽ ഉണ്ടോ, ഇൻ യൂസർ നെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് കേസ് വർക്കാവും, നമുക്കറിയാൻ പറ്റും. നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൂ എന്നുള്ളൊരു വാല്യൂ റിട്ടേൺ ചെയ്താലോ? ഫംഗ്ഷന് ഒരു ഡേറ്റ റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്ന് ആൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം നമ്മളിവിടെ റിട്ടേൺ ചെയ്യണത് ട്രൂ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കണ്ടില്ലേ. ഇനി ഇത് എന്താണ് റിട്ടേൺ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് കൊടുത്തിട്ട് ഈ ഒരു പ്രിൻറ്റിൻ്റെ അകത്ത് തന്നെ ഈ ഒരു മെത്തേഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്താണ് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഇപ്പോൾ ജോബിനെന്ന് ഞാൻ കൊടുത്തു.
അതേപോലെ തന്നെ ഇതിലില്ലാത്തൊരു പേരും നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യുമ്പോൾ ഒരു കോഡിന് എറർ വന്നിട്ടുണ്ട്. കാരണം 15ാമത്തെ ലൈനിൽ നമ്മൾ കോളൻ ഇട്ടിട്ടില്ല. ഓക്കെ, ഇട്ടു, ഫിക്സ് ചെയ്തു. ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ജോബിൻ എന്നുള്ളൊരു യൂസർ നെയിം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ട്രൂ റിട്ടേൺ ചെയ്തു. ട്രൂ റിട്ടേൺ ചെയ്തതുകൊണ്ട് എനിക്ക് പ്രിൻറ്റിൽ ട്രൂ എന്നുള്ളൊരു വാല്യൂ വന്നു. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ഈ ഒരു യൂസർ നെയിം ഈ ലിസ്റ്റിലില്ല, അതുകൊണ്ട് ഫോൾസ് കിട്ടി. അതുമാത്രമല്ല, ഈ പാസ്വേഡ് കറക്റ്റ് എന്നുള്ള കോഡും അവിടെ ഉണ്ട്. ആ ഫംഗ്ഷൻ ആരും വിളിക്കാത്തത് കൊണ്ടാണ് അത് റൺ ആവാത്തത് കേട്ടോ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതാരും വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ചെയ്ത് നോക്കിയെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് വന്നോ. ഇനി നമുക്കൊരു മിനി ലോഗിൻ സിസ്റ്റം ചെയ്യാം. അതിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ലോഗിൻ ചെയ്യണോ, രജിസ്റ്റർ ചെയ്യണോ, അതോ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും, അല്ല കോഡ് എക്സിറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിലും ചോദിക്കും. ആ രീതിയിൽ ഒരു മിനി പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ മിനി പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മെനു വേണം. മെനു എന്ന് പറയുമ്പോൾ ലൈക്ക് നിങ്ങളുടെ അടുത്ത് ഓരോന്നും ചോദിക്കുന്ന രീതിയിൽ ലോഗിൻ ചെയ്യണോ രജിസ്റ്റർ ചെയ്യണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഒരു മെനു വേണം. ആ മെനു കാണിക്കുന്നതിൻ്റെ ലോജിക്ക് നമുക്കൊരു ഫംഗ്ഷനിൽ എഴുതാം. നമ്മൾ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. മെനു ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. മെനുവിലുള്ള ഐറ്റംസ് ആണല്ലോ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് പ്രിൻ്റ് കൊടുക്കാം. അതിനുശേഷം ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഒന്ന് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൊടുക്കാം, ഇത് മെനു ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിനുശേഷം അടുത്ത പ്രിൻ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലോഗിൻ ആണ്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്റ്റർ ആണ്, തേർഡ് ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് അക്കൗണ്ട് ആണ്. നാലാമതൊരു ഓപ്ഷനും കൂടെ കൊടുക്കാം, ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് എൻഡ് ചെയ്യാൻ വേണ്ടി നേരത്തെ തുടക്കത്തിൽ മെനുവിൽ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു ഇതും കൂടെ ഇടാം. ഇനി നമ്മൾ മെനു ഐറ്റംസ് നിന്ന് എവിടെ കോൾ ചെയ്താലും ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, മെനു ആയിട്ട്. ഇപ്പം നമ്മൾ ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതൊരു വൈൽ ലൂപ്പിലിട്ട് ഇൻപുട്ടൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വരാം. ഇപ്പം എന്തായാലും ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണ ഭാഗം എന്തായാലും ഒന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് അടുത്ത ഭാഗം ഒന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം അല്ലേ. കുറച്ച് യൂസേഴ്സും പാസ്വേഡും എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ യൂസർ നെയിംസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പാസ്വേഡ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഈ ഓരോ യൂസേഴ്സിൻ്റെ പാസ്വേഡ്സ് സ്റ്റോർ ചെയ്യാൻ പോവാം. ഓക്കെ, യൂസർ നെയിംസും പാസ്വേഡ്സും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കൊരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു കണ്ടീഷന് വേണ്ടി എപ്പോഴും ഇത് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം, ലോഗിൻ ചെയ്യണോ രജിസ്റ്റർ ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ. പിന്നെ നമ്മൾ ലോഗിൻ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ പോകുന്നു, ലോഗിൻ കഴിഞ്ഞ് തിരിച്ച് ഈ മെനുവിലോട്ട് തന്നെ വരണ രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ബേസിക്കലി എക്സിറ്റ് ചെയ്താൽ ആ ഒരു വൈൽ ലൂപ്പ് റൺ ആവാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, ഈസ് റണ്ണിങ്. ഈ പ്രോഗ്രാം റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് നമുക്ക് ട്രൂ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് വൈലിൽ ഈസ് റണ്ണിങ് ട്രൂ എന്ന് കൊടുത്താൽ മതിയാവും. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഈ മെനു കാണിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുക്കാം. മെനു കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് ഏതാണ് അവരുടെ ചോയ്സ് എന്നുള്ളത് ഇൻപുട്ട് എടുക്കാം. എൻ്റെ റിവ്യൂർ ചോയ്സ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് എടുക്കാം. അപ്പോൾ അതിന് ചോയ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഇൻപുട്ടിൽ എൻ്റെ യുവർ ചോയ്സ് നമ്മൾ ചോയ്സ് ചോദിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. റൺ ചെയ്യുമ്പം തന്നെ
ഇങ്ങനെ മെനു വരുന്നു, ചോയ്സ് എത്രയാണെന്ന് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു. ഇപ്പോൾ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷേ അതിന് പകരം നമുക്ക് ഇനി അടുത്ത ഓരോ ലോജിക്സ് എഴുതാം. അപ്പോൾ ചോയ്സ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ യൂസറിൻ്റെ നിന്ന് കിട്ടുന്ന ചോയ്സിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നു. ഇഫ് ചോയ്സ് ഈക്വൽ ടു 1 ആണ്. 1 ആണ് ചോയ്സ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 1 ആണെന്നുണ്ടെങ്കിൽ ലോഗിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കാം. യൂസർ നെയിം ഇൻപുട്ടിൽ എൻ്റർ യുവർ യൂസർ നെയിം, അടുത്ത പാസ്വേഡിൽ എൻ്റർ യുവർ പാസ്വേഡ്. ഓക്കെ, ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ലോജിക് ഉണ്ട്. അത് യൂസ് ചെയ്താണ് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ളത്. അത് നമ്മൾ ഇവിടെ എഴുതണതിന് പകരം ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷനെ നമുക്ക് ഇവിടെ കോൾ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ അത് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മുകളിൽ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ലിസ്റ്റ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ, കാരണം യൂസർ നെയിമിലും പാസ്വേഡിലും ആണല്ലോ യൂസർ നെയിംസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എഴുതുന്നു, ലോഗിൻ. അതിൻ്റെ അകത്ത് യൂസർ നെയിമും വരും, പാസ്വേഡും വരും. കാരണം ഇവിടെ ആ ഒരു രീതിയിലായിരിക്കും കോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് യൂസർ നെയിമും കിട്ടും, പാസ്വേഡും കിട്ടും. അപ്പോൾ അത് ഈ ഒരു ലൈനിലോട്ടായിരിക്കും വരാം. കാരണം നമ്മൾ ഇനി ഇവിടെ ലോഗിൻ എന്ന് നമ്മൾ കോൾ ചെയ്യണതിന് മുമ്പ് തന്നെ ഇത് മുകളിൽ എഴുതിയിരിക്കണം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ മുകളിൽ എഴുതിയിരിക്കണം. അതിനാണ് മുകളിൽ നമ്മൾ എഴുതുന്നത്. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്യാം, ഈ യൂസർ നെയിമിൻ്റെ അകത്തോ ഈ പാസ്വേഡ്സിൻ്റെ അകത്തോ നമുക്ക് ഉള്ള യൂസർ നെയിമും പാസ്വേഡും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ ആക്കി വിടാം. ഓക്കെ, ആദ്യം നമുക്ക് യൂസർ നെയിം ഉണ്ടോ നോക്കാം. അതിന് ഇഫ് യൂസർ നെയിം, ഈ ഒരു യൂസർ നെയിം യൂസർ നെയിംസ് എന്ന് പറഞ്ഞ ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇഫ് വർക്ക് ചെയ്യും. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പാസ്വേഡ് നോക്കണം. പാസ്വേഡ് നമുക്ക് സെയിം ഇൻഡെക്സിൽ ഉള്ളതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം യൂസർ നെയിംസ് ഡോട്ട് ഇൻഡെക്സ്, അതിൻ്റെ അകത്ത് യൂസർ നെയിം പാസ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് പാസ്വേഡിൻ്റെയും യൂസർ നെയിമിൻ്റെയും ഇൻഡെക്സ് കിട്ടി. ഇപ്പോൾ ജോബിനെന്ന് എൻ്റർ ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പോൾ പാസ്വേഡിൻ്റെ ഇൻഡെക്സും 0 ആണ്. അപ്പോൾ കറക്റ്റ് പാസ്വേഡ് നമുക്ക് ഇവിടെ കിട്ടുന്നു. അതെങ്ങനെയാണ്? പാസ്വേഡ്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ ഈ ഒരു ഇൻഡെക്സിലായിരിക്കും ആ ഒരു പാസ്വേഡ്, ഈ ഒരു ഇൻഡെക്സിലായിരിക്കും ജോബിൻ്റെ പാസ്വേഡ്. മനസ്സിലായില്ലേ? ആ രീതിയിൽ കിട്ടും. ഇനി പാസ്വേഡുമായിട്ട് കമ്പയർ ചെയ്യാം. ഈ ഒരു ഫംഗ്ഷനിൽ വന്നിട്ടുള്ള ഈ പാസ്വേഡാണ് നമ്മൾ കമ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ പാസ്വേഡ് ഈക്വൽ ടു കറക്റ്റ് പാസ്വേഡ്. ഇവിടെ കറക്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇല്ല കേട്ടോ, നിർബന്ധമില്ല. നമുക്ക് ഇതെടുത്ത് ഇവിടെ യൂസ് ചെയ്താലും മതി. നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്താലും മതി. നമ്മളിങ്ങനെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നും നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യണത് ഈ ഫംഗ്ഷനിൽ വന്ന പാസ്വേഡും ആൾറെഡി പാസ്വേഡ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്, പാസ്വേഡ്സിലാണ് ആ ഒരു ഇൻഡെക്സിലുള്ള പാസ്വേഡ്. അതിപ്പോൾ ഏതായിക്കോട്ടെ, ആ യൂസർ നെയിമിൻ്റെ പാസ്വേഡുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. ഓക്കെ, ഇപ്പം യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കാം. കാരണം അവിടെ നമുക്ക് കറക്റ്റ് ആവുന്നുണ്ടല്ലോ. അല്ലാത്ത കേസിൽ നമുക്കവിടെ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യാം. അതിപ്പോൾ പാസ്വേഡ് ഇവിടെ തെറ്റിയാലും നമുക്ക് ഫാൾസ് റിട്ടേൺ ചെയ്യണം. അതുപോലെ തന്നെ യൂസർ നെയിം തെറ്റിയാലും നമുക്കിവിടെ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യണം. ഈ ഒരു എൽസ് മറ്റേ എഫിൻ്റെ ആണ്, മുകളിലത്തെ എഫിൻ്റെ. അപ്പോൾ അതനുസരിച്ച് വേണം അറേഞ്ച് ചെയ്യാൻ. ഓക്കെ, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലോഗിൻ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് ലോഗിൻ്റെ അകത്തോട്ട് ഈ യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഈ ഒരു ഡേറ്റ ഈ ഒരു ഫംഗ്ഷനിലോട്ട് എത്തിക്കോളും. ഇവിടെ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എത്തും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇഫ് കണ്ടീഷൻ ഇടുമ്പോൾ ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കിട്ടും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കാൻ പറ്റും
യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻഡ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇഫ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇഫ് ട്രൂ ആണ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായാലും ലോഗിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്യാം, ലോഗിൻ സക്സസ്ഫുൾ. അതുപോലെ തന്നെ തൊട്ട് താഴെ പ്രിൻ്റ് ഇട്ടിട്ട് ഒരു വെൽക്കം മെസ്സേജും കൂടെ കൊടുത്താലോ. വെൽക്കം ആ ഒരു യൂസർ നെയിം നമുക്കിവിടെ ആൾറെഡി ഉണ്ട്. ഇപ്പം ജോബിനാണെന്നുണ്ടെങ്കിൽ വെൽക്കം ജോബിനെന്ന് കാണിക്കും. ഇത്രയും സെറ്റല്ലേ? ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ നമുക്ക്. റണ്ണ് ക്ലിക്ക് ചെയ്യുന്നു, ലോഗിനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്കും യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. യൂസർ നെയിം ജോബിനെന്ന് ഞാൻ കൊടുത്തു, ജോബിൻ @123. ഇവിടെ എന്തോ എറർ അടിച്ചിട്ടുണ്ട്. 15ാമത്തെ ലൈനിൽ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 2 S വന്നു യൂസർ നെയിമിന്. ഓക്കെ, ലോഗിൻ ഫീച്ചർ മെനുവിൽ സെലക്ട് ചെയ്തു, ജോബിൻ യൂസർ നെയിം കൊടുത്തു, ജോബിൻ @123 പാസ്വേഡും കൊടുത്തു. ലോഗിൻ സക്സസ്ഫുൾ, വെൽക്കം ജോബിൻ എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ആ മെനു വീണ്ടും അപ്പിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചോയ്സ് വേണമെങ്കിൽ കൊടുക്കാം. അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം, എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഈ രീതിയിൽ ചെയ്തു പോവാം. അടുത്ത് നമുക്ക് ഈ രജിസ്റ്റർ ആണ് ചോയ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്കിവിടെ ഇഫ് കണ്ടില്ലേ, ഇഫിൽ 1 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനുശേഷം 1 അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും എൽസിലോട്ട് വരും അല്ലേ. എൽസിലോട്ട് വരുമ്പോൾ നമുക്ക് എൽസിൻ്റെ അകത്ത് വേറൊരു ഇഫ് ഇടാം. ആ ഇഫ് എന്ന് പറയുമ്പോൾ ചോയ്സ് 2 ആണോ എന്നാണ്. ഓക്കെ, 2 ആണോ എന്നാണ്. അവിടെ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീച്ചർ ബിൽഡ് ചെയ്യാം. അവിടെ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മുകളിലുള്ള സെയിം കോഡ് തന്നെ ഒന്ന് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂസർ നെയിം ഞാനിവിടെ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ നമുക്കൊന്ന് എഴുതിയാലോ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഒന്ന് രജിസ്റ്റർ എന്ന് എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് പാസ് ചെയ്യാൻ പോകുന്നത് യൂസർ നെയിമും പാസ്വേഡും ആയിരിക്കും അല്ലേ. ഇനി മുകളിൽ വന്നിട്ട് പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. രജിസ്റ്റർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. യൂസർ നെയിമും പാസ്വേഡും ആണ് വരുന്നത്. അപ്പോൾ ആൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു യൂസർ നെയിമിൽ ആൾറെഡി ഒരാളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ മാത്രമേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ലോജിക്ക് നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. ഇഫ് യൂസർ നെയിം ഇൻ യൂസർ നെയിംസ് നമുക്ക് പ്രിന്റ് ചെയ്യാം. യൂസർ നെയിം ആൾറെഡി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാക്കിയായിരുന്നു, അപ്പൻഡ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, യൂസർ നെയിംസ് ഡോട്ട് അപ്പൻഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ യൂസർ നെയിമിൽ ഒരു പുതിയ യൂസർ നെയിം കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു ലിസ്റ്റിൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ഇത് ട്രൈ ചെയ്യാനും പറഞ്ഞായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പൻഡ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും പലരും. അപ്പോൾ യൂസർ നെയിം ഡോട്ട് അപ്പൻഡിൽ യൂസർ നെയിം കൊടുക്കുന്നു, അതുപോലെ തന്നെ പാസ്വേഡ്സ് ഡോട്ട് അപ്പൻഡിൽ പാസ്വേഡ്സ് കൊടുക്കുന്നു. ഈ ഒരു വന്ന പാസ്വേഡ് എന്നുള്ളൊരു വാല്യൂ പാസ് ചെയ്യുന്നു. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ജസ്റ്റ് എന്താ അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റഡ്. ഓക്കെ, ഇതോടെ രജിസ്ട്രേഷൻ ഫീച്ചറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ കോഡൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ഇപ്പം നമുക്കിവിടെ കാണാം ലോഗിൻ രജിസ്റ്റർ എല്ലാം ഫീച്ചർ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്തു, 2 ക്ലിക്ക് ചെയ്തു. ഞാൻ ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, ജോബിൻ സെൽവനോസ്, അതുപോലെ തന്നെ പാസ്വേഡ് ജോബിൻ. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു പ്രിൻറ്റും കൂടെ ഇടാം. ഒന്നും അതിൻ്റെ അകത്ത് കൊടുക്കണ്ട, ഒരു വൈറ്റ് സ്പേസിൽ. നമുക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ആവുമെന്ന് തോന്നുന്നു. ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റൺ ചെയ്താൽ ഓക്കെ. ഞാൻ ഒന്നും കൂടെ എൻ്റെ പേര് വെച്ച് വേറൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആ ഒരു സ്പേസ് വരുന്നുണ്ട്. ഓക്കെ, സെറ്റാണ്. ഇപ്പോൾ ലോഗിൻ സെറ്റായി, രജിസ്റ്റർ സെറ്റായി. ഇനി അക്കൗണ്ട് ഡിലീഷനാണ്. ഡിലീഷൻ്റെ ലോജിക്ക് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു ഇഫിന് ഒരു എൽസ് കേസ് എഴുതാം.
അതിൻ്റെ അകത്ത് ഒരു ഇഫ് കേസ് എഴുതാം. ചോയ്സ് എന്നുള്ളത് 3 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഇവിടെ ഇപ്പോൾ കുറേ കുറേ എൽസൊക്കെ എഴുതുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഒന്ന് ഡൗട്ട് ആവണമായിരിക്കും, അല്ലെങ്കിൽ എന്തിനാ ഇത്ര ഇഫ് എൽസും എഴുതണേന്നൊക്കെ മേ ബി തോന്നണമായിരിക്കും. ഇതൊക്കെ സോൾവ് ചെയ്ത് ആക്ച്വലി വേറെ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 100K കോഡിംഗ് ചലഞ്ചിൽ പ്രോപ്പർലി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആൾറെഡി ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചാണ് 100K കോഡിംഗ് ചലഞ്ച്. 10 വീഡിയോ ഉള്ള ഒരു സീരീസ് ആണ്. അത് കണ്ട കൂടുതൽ ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചോയ്സ് 3 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. ചോയ്സ് 3 എന്നുള്ളത് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്ന് യൂസറിൻ്റെ അടുത്ത് ചോദിക്കാം. യൂസർ നെയിം ഒന്ന് ചോദിക്കുക. എൻ്റെ യൂസർ നെയിം ടു ഡിലീറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ യൂസർ ഒരു യൂസർ നെയിം എൻ്റർ ചെയ്ത് തരും. ആ യൂസർ നെയിം വേണം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ. നമ്മളൊരു ഫംഗ്ഷനിലോട്ട് അത് പാസ് ചെയ്യണം. ഇപ്പോൾ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഡിലീറ്റ് എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇതിൽ യൂസർ നെയിം ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ഒരു യൂസർ ഉണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതാം. പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് നോട്ട് ഫൗണ്ട് എന്ന് നമുക്കിവിടെ കാണിക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് എഴുതാം. അതിനു മുമ്പ് നമുക്ക് ഈ യൂസർ നെയിമിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ, ഇപ്പോൾ ജോബിനാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജോബിൻ്റെ ഇൻഡെക്സ് കിട്ടിയാൽ മാത്രമേ പാസ്വേഡിൻ്റെ ഇൻഡെക്സും യൂസ് ചെയ്ത് പാസ്വേഡും എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിലീറ്റിലോട്ട് വരുന്നു, ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നു. യൂസർ നെയിം ഡോട്ട് ഇൻഡെക്സ്, യൂസർ നെയിംസ് ആണ്. യൂസർ നെയിംസിൻ്റെ അകത്ത് യൂസർ നെയിം എത്രാമത്തെ ഇൻഡെക്സിലാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം പാസ്വേഡിൻ്റെ ആ ഒരു ഇൻഡെക്സും യൂസർ നെയിമിൻ്റെ ആ ഒരു ഇൻഡെക്സിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി യൂസർ നെയിംസ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇൻഡെക്സ് പാസ് ചെയ്താൽ മതി, അത് ഡിലീറ്റ് ചെയ്തോളും. ഇപ്പം ഇങ്ങനെ നമ്മൾ എഴുതുന്നതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പോപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം, അതായത് ആ ഒരു ലിസ്റ്റിലുള്ള ആ ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആൾറെഡി പൈത്തൺ ഡെവലപ്പ് ചെയ്ത ഡെവലപ്പേഴ്സ് അതിനുള്ള കോഡെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ പോപ്പ് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ട, അത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഇത് വരുന്നത്. അതുപോലെ തന്നെയാണ് അപ്പൻഡും എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പം ഇനി പാസ്വേഡ്സ് ഡിലീറ്റ് ചെയ്യണം. പാസ്വേഡ്സിലും ഇതുപോലെ തന്നെ ആ ഒരു ഇൻഡെക്സിലുള്ള ആ ഒരു യൂസറിൻ്റെ വാല്യൂ ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് പ്രിൻ്റ് ചെയ്യണം അക്കൗണ്ട് ഡിലീറ്റഡ് എന്ന് കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ അത് സെറ്റാണ്. ഓക്കെ, ഇവിടെ ലോഗിൻ ചെയ്തെടുത്ത് നമ്മൾ എൽസ് എഴുതിയിട്ടില്ലേ? ഇപ്പം ലോഗിൻ വർക്കായില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കണ്ടേ? യെസ്, ലോഗിൻ വർക്കായില്ല. ഇപ്പോൾ ഇവിടെ ലോഗിനിൽ ട്രൂ ആണോ ഫോൾസ് വരണ രീതിയിലാണ് നമ്മൾ കോഡ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഫോൾസ് ആണ് വരണമെന്നുണ്ടെങ്കിൽ എൽസ് വർക്ക് ചെയ്യണം. അവിടെ നമുക്ക് പ്രിൻറ്റിൽ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു യൂസറിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. നമുക്ക് ഇല്ലാത്തൊരു യൂസറിനെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്, അക്കൗണ്ട് നോട്ട് ഫൗണ്ട്. ഇനി ഒന്നും കൂടെ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എൻ്റർ യൂസർ നെയിം ടു ഡിലീറ്റ്. ഞാൻ അഫ്സൽ എന്ന് പറഞ്ഞ യൂസറിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അക്കൗണ്ട് ഡിലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട്, അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എക്സിറ്റ് ആവണം അല്ലേ? ഈ കോഡിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള കോഡാണ്. അത് സിമ്പിളാണ്, കാരണം ഈ വൈൽ ലൂപ്പ് റൺ ചെയ്യണത് കൊണ്ടാണ് ഇത് എക്സിറ്റ് ആവാത്തത്. വൈൽ ലൂപ്പിൽ നിന്ന് റൺ ചെയ്യാൻ വേണ്ടി ഈ ഈസ് റണ്ണിങ് എന്നുള്ളത് ഫോൾസ് ആക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു എൽസ് കേസ് എഴുതാം. അതിൻ്റെ അകത്ത് ഇഫ് എഴുതിയിട്ട് ചോയ്സ് 4 ആണെന്നുണ്ടെങ്കിൽ ഈസ് റണ്ണിങ് എന്നുള്ളത് ഫോൾസ് ആവണം, അത്രേ ഉള്ളൂ. ഈ കോഡ് സ്റ്റോപ്പ് ചെയ്യുക, റൺ ചെയ്യുക. ഇവിടെ കോളൻ ഇട്ടില്ല, അതാ എറർ അടിച്ചത്. റൺ ചെയ്യുന്നു. ഇപ്പോൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യാം,
യൂസർ നെയിം എൻ്റർ ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു, തെറ്റെന്ന് കാണിച്ചു, വീണ്ടും മെനു വന്നു. പക്ഷേ ഇവിടെ എനിക്ക് രജിസ്റ്റർ ചെയ്യേണ്ട, ഡിലീറ്റും ചെയ്യേണ്ട, പക്ഷേ കോഡ് എക്സിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ 4 ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് ആയാൽ മതി. കോഡ് എക്സിറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, കോഡ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇത്രയും നേരം ഇരുന്ന് എഴുതിയതാണ്, 1075 ലൈനുള്ള പ്രോഗ്രാമാണ്. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കോ. ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് തെറ്റിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലോജിക്ക് എഴുതാം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ലോജിക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മോഡിഫൈ ചെയ്ത് നോക്കിക്കോ. ഈ ഒരു കോഡും എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ കോഡ് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ ഇതുവരെ പഠിച്ച എല്ലാ കോൺസെപ്റ്റ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു എക്സസൈസ് ഫയലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി കമൻറ്റിൽ വന്ന് സോൾഡ് ആക്കി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തോ. അത് നമുക്ക് വായിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതോടെ നമ്മളെ കോഡ് ടു കരിയർ ചലഞ്ചിലെ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ പൈത്തണിൽ. അപ്പോൾ ഇറ്റ്സ് മീ ജോബിൻ സൽവാനോ, സ്റ്റേ ട്യൂൺഡ്.